കണ്ണാടിയിലൂടെ കേരളീയ ദർശന്റെ ബഹുമാന്യ പ്രേക്ഷകരെ, കേരളീയ ദർശന്റെ കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിരവധി പ്രശ്നങ്ങൾ കൂലങ്കഷമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക അന്തരീക്ഷം. സിനിമാ മേഖലയിൽ ഉണ്ടായ കോളിളക്കങ്ങൾ അത് ഇതുവരെയായിട്ടും കെട്ടടങ്ങിയിട്ടില്ല. അത് എവിടെയെല്ലാമോ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടെ കൂടെ അതിന് തീ പിടിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം, ഒരു പുതിയ രാഷ്ട്രീയ അധ്യായം തുറക്കപ്പെട്ടിരിക്കുന്നത്. അത് ഒരു ADGPയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ADGP കേരളത്തിലെ 4 വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം, കള്ളക്കടത്ത് സ്വർണം, അതുമായി ബന്ധപ്പെട്ടുള്ള പൊട്ടിത്തെറി ഉളവാക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ, ഇതിനെല്ലാം കാരണക്കാരൻ, ഇതെല്ലാം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഭരണ കക്ഷിയിൽപ്പെട്ട ഒരു MLA ആയ PV അൻവറാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് കേരള നിയമസഭയിലെത്തിയ PV അൻവർ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന് മറ്റ് നിയമസഭാ മണ്ഡലങ്ങളെക്കാൾ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രഥമ നിയമസഭയിലെ അംഗമായിരുന്ന ശ്രീ K. കുഞ്ഞാലി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ തന്നെ വെടിയേറ്റ് മരിച്ചു. ആ വെടിയേറ്റ് മരിച്ചതിൽ അതിലെ പ്രതികളിൽ ഒരു പ്രതി പിന്നീട് കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവും കേരളത്തിന്റെ മന്ത്രിയുമെല്ലാമായി ശ്രീ ആര്യാട മുഹമ്മദ്. അതങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് സ്വർണ്ണ കള്ളക്കടത്തും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കൊലപാതകങ്ങളും അത് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ സ്വർണ്ണ കള്ളക്കടത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കാളികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, അവരുടെ പേരുകൾ എല്ലാം അടക്കിപ്പിടിച്ച രഹസ്യങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കേരളീയ ദർശൻ കണ്ണാടിയിലൂടെ പലതും നോക്കിക്കാണുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആർക്കെല്ലാം ബന്ധമുണ്ട്, ആ ബന്ധം എങ്ങനെയുണ്ടായി, ആ ബന്ധം ഭരണത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങൾ വഴി ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചുക്കാൻ പിടിച്ചത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്ന ഭരണകക്ഷി MLA, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭരണകക്ഷി MLA ആണ്. അതൊരു അസാധാരണ സംഭവമാണ്. ഒരിക്കലും ഒരു ഭരണകക്ഷി MLA സർക്കാരിൽ സ്വാധീനിക്കുന്ന ആൾക്കാരുടെയോ അതുപോലുള്ള നിയമവിരുദ്ധമായി നടത്തുന്ന ബിസിനസ്സുകളുടെ കാര്യവിവരങ്ങളോ അത് സർക്കാരിനെ ബാധിക്കുന്നതാണെങ്കിൽ ഒരു കാരണവശാലും പുറത്ത് പറഞ്ഞിട്ടുള്ള ചരിത്രമില്ല. അക്കാര്യത്തിൽ PV അൻവറിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ധൈര്യപൂർവം തന്നെ പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ, MLA സ്ഥാനം പോകുന്നെങ്കിൽ പോകട്ടെ എന്ന ധൈര്യത്തോടെ അത് പുറത്ത് അത്തരം സ്വർണ്ണക്കള്ളക്കടത്തും
അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതാക്കൾ, സർക്കാരിൽ അവർക്കുള്ള സ്വാധീനം, ഇതെല്ലാം അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നു. മാത്രവുമല്ല, രണ്ട് പാരലൽ ധ്രുവങ്ങളായി വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് പടവെട്ടുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ദേശീയ പാർട്ടികൾ, ഒന്ന് RSS സംഘപരിവാർ BJP, മറ്റൊന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM എന്ന ചുരുക്കപ്പേര്. ഒരിക്കൽ പോലും യോജിക്കാനാവാത്ത രണ്ട് വ്യത്യസ്ത പ്രത്യസ്താസ്ത്രങ്ങളുമായി മുന്നോട്ട് പോകുന്ന രണ്ട് ദേശീയ പാർട്ടികൾ. ആ രണ്ട് ദേശീയ പാർട്ടികളുടെ നേതാക്കൾ, അതായത് ആദ്യം പറഞ്ഞ RSS BJP, RSSന്റെ ഉന്നതനായ ഒരു നേതാവ് ഇടതുപക്ഷ സർക്കാരിലെ ഒരു നേതാവുമായി മുമ്പൊരിക്കൽ കൂടിക്കാഴ്ച നടത്തിയത് അദ്ദേഹത്തിന്റെ മകന്റെ ജന്മനാൾ ആഘോഷത്തിൽ പരസ്പരം പങ്കെടുത്തുകൊണ്ട് പരസ്പരം കണ്ട് സൗഹാർദ്ദം പങ്കിട്ടത് എന്തൊക്കെയാണ് ചർച്ച ചെയ്തതെന്നുള്ള വെളിപ്പെടുത്തിയിട്ടില്ല. അന്നൊരു വിവാദമുണ്ടായി. ഇപ്പോഴത്തെ മറ്റൊരു ഉന്നത നേതാവും ഒരു ഉന്നതനായ പോലീസ് ഓഫീസറും ഒന്നിലധികം പ്രാവശ്യം രണ്ട് സ്ഥലത്ത് വെച്ച് പരസ്പരം കാണുകയും സന്ദർശിക്കുകയും 1 മണിക്കൂറോളം സംസാരിക്കുകയും ചെയ്ത ഒരു രഹസ്യ സന്ദർശനം എന്ന് പറയുന്നതിൽ തെറ്റില്ല. അത് പുറത്തു വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ദിവസവും വരുന്നു. അതിനിടയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരും RSSന്റെ നേതാവും പങ്കെടുത്ത ചർച്ചയിൽ പുറത്തു പറഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ഒരാൾ പങ്കെടുത്തിരുന്നുവെന്ന് കേരള രാഷ്ട്രീയത്തിന്റെ പ്രതിപക്ഷ നേതാവ്, കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ എന്തുകൊണ്ടാ പേര് പറഞ്ഞുകൂടാ? ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം എന്ന് പറയുന്ന, അവന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, അവന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്, അവന്റെ സകല പ്രവർത്തികളും ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അവിടെ അയാൾക്കൊന്നും മൂടി വയ്ക്കാൻ ഉണ്ടാവരുത്. ജനങ്ങളെ അറിയിക്കണമല്ല. അതാണ് ഒരു പൊതുപ്രവർത്തകന്റെ മുഖ്യമായ ധാർമ്മികവും ആശയപരവും പ്രത്യയശാസ്ത്രവുമായ മുദ്രാവാക്യം അതായിരിക്കണം. ജനങ്ങളെ അറിയിക്കുക. അവിടെ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആ ഉന്നതനായ വ്യക്തി കേരളം ഞെട്ടുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ വ്യക്തി ആരെന്ന് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നില്ല? പറയണം. ഉത്തരവാദിത്തമുള്ള ജനാധിപത്യ മൂല്യത്തോട്, ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ ജനാധിപത്യ മൂല്യത്തിൽ വിശ്വസിക്കുന്ന, കേരളത്തിലെ ജനങ്ങളെ വിശ്വസിക്കുന്ന, കേരളത്തിന്റെ ജനാധിപത്യ സംസ്ഥാനത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് ആ പേര് വെളിപ്പെടുത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഉറക്കെ പറയാനുള്ളത്. VD സതീശനോട് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളോട്, VD സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ആണ് എനിക്ക് അത് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്. നിങ്ങൾ പേര് വെളിപ്പെടുത്തണം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില സംഭവങ്ങൾ അത് കുറെ നാളുകളായി ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഇന്നും അതിന്റെ അന്വേഷണവും ഒക്കെ എവിടെയൊക്കെയും നടക്കുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള തട്ടിക്കൊണ്ടുപോക്കൽ, കൊലപാതകങ്ങൾ, അതെല്ലാം ഇപ്പോഴും പുറത്ത് പലതും വന്നുകൊണ്ടിരിക്കുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഒരു അന്വേഷണം നടത്തുന്നതെങ്കിൽ മറഞ്ഞു നിൽക്കുന്ന ഉദ്യോഗസ്ഥരും
പൊതുജനങ്ങളും പരാതികളുമായി വീണ്ടും രംഗത്ത് വരും എന്നാണ് അൻവർ പറയുന്നത്. ശരിയായിരിക്കാം, പലപ്പോഴും പലരും പരാതിയുമായിട്ട് മുന്നോട്ട് പോകാത്തത്, അല്ലെങ്കിൽ അധികാര സ്ഥാപനങ്ങളിൽ തന്റെ പരാതി രേഖാമൂലം എത്തിക്കാത്തത് ഭയം കൊണ്ടാവാം, ജീവനിൽ പൊലിയുണ്ടാവാം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയ സിനിമാ മേഖലയിലെ നടിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭയം കൊണ്ടാണ്, ജീവനിൽ കൊതിയുള്ളതുകൊണ്ടാണ് ഇതൊന്നും ഇതിനു മുമ്പ് വെളിപ്പെടുത്താതിരുന്നതെന്ന്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. എടുത്തു പറയേണ്ടുന്ന ഈ രംഗത്ത് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഒരു ഹവാലക്കാരനും ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരനും തമ്മിലുള്ള തർക്കം, ആ തർക്കം വലുതായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആ സ്വർണ്ണക്കള്ളക്കടത്തുകാരനും ഹവാലക്കാരനും തമ്മിലുള്ള തർക്കം അത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് വിമാനം കയറിയത് ചില MLA-മാരാണ്, കണ്ണൂരിലുള്ള ചില MLA-മാർ. അവർ പോയാണ് ആ ഹവാലക്കാരനും സ്വർണ്ണക്കള്ളക്കടത്തുകാരനുമായിട്ടുള്ള തർക്കം വഴക്ക് ഒത്തുതീർപ്പാക്കുന്നത്. എന്താണ് ഈ കേരള രാഷ്ട്രീയത്തിന്റെ പോക്ക്? എങ്ങോട്ടാണ് കേരള രാഷ്ട്രീയം സഞ്ചരിക്കുന്നത്? ജനം വോട്ട് ചെയ്യാൻ മാത്രം പോയാൽ പോരാ, ഇതൊക്കെ തിരിച്ചറിയണം, ഇതൊക്കെ ചർച്ച ആക്കണം, ഇതൊക്കെ പൊതുജനമധ്യം ചർച്ചയാവണം. ഇത്തരം വിഷയങ്ങൾ അതാണ് വേണ്ടത്. അതുപോലെ തന്നെ മുമ്പൊരിക്കൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പേര് പുറത്തു വന്ന ഒരു സ്വപ്ന സുരേഷ്, ആ സ്വപ്ന സുരേഷിന്റെ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കൊണ്ടുവന്നത്, അത് വിൽക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്ത ഒരാൾ, അയാളെ കൊടുവള്ളി നഗരസഭയിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന ആളാണ്. എന്നാൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ കസ്റ്റംസ് ചോദ്യം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് കൊടുവള്ളി നഗരസഭയിൽ സീറ്റ് നൽകിയില്ല, LDF സീറ്റ് നൽകിയില്ല. അദ്ദേഹം സ്വതന്ത്രനായി അവിടെ മത്സരിച്ചു. വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് വട്ടപ്പൂജ്യം. ഇതാണ് ജനം. എന്തുകൊണ്ടൊരു സ്വർണ്ണക്കള്ളക്കടത്തുകാരനെ അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ടും കിട്ടാത്ത സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു? പഠിക്കേണ്ട വിഷയമാണ്. കേരള രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഇന്ന് മാത്രമല്ല നാളെയും മറ്റന്നാളും ഒക്കെ പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇതാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ശക്തി. അതുകൊണ്ടാണ് പലരും അവരെ ഭയപ്പെടുന്നത്. അവർക്കെതിരെ പരാതിയുമായി, അവർക്കെതിരെ മൊഴിയുമായി, അവർക്കെതിരെ സാക്ഷ്യമൊഴികൾ പറയാൻ പലരും ധൈര്യപ്പെടാത്തതിന്റെ കാരണം ഇതാണ്. അവർക്ക് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ഒരിക്കൽ നഗരസഭ കൗൺസിലർ ആയതിനു ശേഷം ഇദ്ദേഹം തന്നെ ചെയ്ത ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്, സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണ കേസ്, അത് നയതന്ത്ര ബാഗേജ് വഴി വന്ന 80 കിലോ സ്വർണം വിൽക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയത് ഈ നഗരസഭാ കൗൺസിലറാണെന്ന് ആ കേസിലെ ഒരു പ്രതി തന്നെ കസ്റ്റംസിന്റെ മുന്നിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. കസ്റ്റംസ് സംരക്ഷണം ഉറപ്പ് കൊടുത്തതിന്റെ പേരിലായിരിക്കാം അയാൾ മൊഴി കൊടുത്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കൗൺസിലിലെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്തു. ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തിരിച്ചറിയണം. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇപ്പോൾ ADGPയെ കുറിച്ച്, ADGPയുടെ വഴിവിട്ട ബന്ധങ്ങളെ കുറിച്ച് നേരത്തെ അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെയാണ് ഏർപ്പാട് ചെയ്തതെങ്കിൽ, നിയമിച്ചതെങ്കിൽ, ഇപ്പോൾ DGP നേരിട്ട് അന്വേഷിക്കുന്നു. അന്വേഷണം എങ്ങനെയായിരിക്കും, എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ നമുക്ക് ഇനി വരുന്ന ആളുകളിലെ
അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരുപക്ഷെ കുറേശ്ശെ ഇന്ത്യയിലും ചെറിയ കോളിളക്കമല്ല വലിയ കോളിളക്കമുണ്ടായ ഒരു സംഭവമുണ്ട്. ഒരു ഇംഗ്ലീഷ് ദിനപത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിലെ ഒരു MP BJPയിൽ ചേരാൻ പോകുന്നു. ഒരു ലോകസഭ അംഗം. ആ ലോകസഭ അംഗം തലസ്ഥാന ജില്ലയിൽ നിന്നും വിജയിച്ച ലോകസഭ അംഗമാണ്. തലസ്ഥാന ജില്ലയിൽ നിന്നും വിജയിച്ച രണ്ട് MP മാരെന്ന് പറയുന്നത് ശശി തരൂരും അടൂർ പ്രകാശുമാണ്. തലസ്ഥാന ജില്ലയിൽ നിന്ന് ഉള്ള MP ആണ് BJP ചേരുന്നതെന്ന് പറയുമ്പോൾ ഇവരിൽ ആരോ ആണെന്നുള്ളതാണ് പരോക്ഷമായി പറയുന്നത്. ഇവിടെ സംഭവകരമായ ഒരു വിഷയം എന്ന് പറയുന്നത് BJPയിൽ ഒരു കോൺഗ്രസ്സുകാരൻ പോകുന്നു, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായി കോൺഗ്രസ്സുകാരൻ പ്രവർത്തിച്ചു. ആ ആരോപണം പല ജില്ലകളിലുമുണ്ട്. തൃശ്ശൂരടക്കം പല ജില്ലകളിലും ആ ആരോപണമുണ്ട്. തിരുവനന്തപുരത്തും ഉണ്ട്, ആറ്റിങ്ങലും ഉണ്ട്. കോൺഗ്രസ്സുകാരൻ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു, BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി, BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥാനാർത്ഥി മോഹിയായ ഒരു CPM-കാരൻ, ഒരു ജില്ലാ നേതൃത്വത്തിരിക്കുന്ന ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ BJPക്ക് വേണ്ടിയും ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന് വേണ്ടിയും പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു കെട്ടുറപ്പുള്ള ഒരു കേഡർ പാർട്ടിയുടെ സ്വഭാവം, പ്രവർത്തന രീതി, പാരമ്പര്യം, രാഷ്ട്രീയപരമായ കെട്ടുറപ്പ്, പ്രത്യയശാസ്ത്രപരമായ കെട്ടുറപ്പ്, ആ കെട്ടുറപ്പിലൂടെ പാർട്ടിക്കാരെ, പ്രവർത്തകരെ കോർത്തിണക്കി ചങ്ങല ഉരുക്കി ശുദ്ധീകരിച്ച ഉരുക്ക് ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർ, അതും ജില്ലാ നേതൃത്വ നിലയിലൊക്കെ ഉള്ള ഒരാൾ ഒരു മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി, ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന് വേണ്ടിയും പ്രവർത്തിച്ചു, അല്ലെങ്കിൽ രഹസ്യമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് ജയിക്കുന്നതല്ല. എന്നാലും അത് CPM അന്വേഷിക്കുന്നെങ്കിൽ അന്വേഷിക്കട്ടെ. പിന്നെ ഒരു കാര്യമുള്ളത്, RSS നേതാവും ADGP-യുമായി സംസാരിച്ചു, ഒരു സ്വകാര്യ സന്ദർശനം നടത്തി. അതിലെന്താണ് തെറ്റ്? ഇത് ചോദിച്ചത് കേരള നിയമസഭാ സ്പീക്കറാണ്. കേരളത്തിലെ നിലവിലെ നിയമസഭാ സ്പീക്കറോട് പറയാനുള്ളത്, നിങ്ങൾ ഇരിക്കുന്നത് ശങ്കരനാരായണൻ തമ്പി ഇരുന്ന കസേരയിലാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, മുൻപെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സർക്കാരിൽ അതിശക്തമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. പാർട്ടി പറയുന്നതിനപ്പുറത്ത് ഒരു കാര്യവും ചെയ്യാൻ ഒരു മന്ത്രിയും, മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു മന്ത്രിയും ധൈര്യപ്പെടില്ല. അത്രയ്ക്ക് നിയന്ത്രണങ്ങൾ ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഇടതുപക്ഷ സർക്കാരിൽ ഉണ്ടായിരുന്നു പാർട്ടിക്ക്. ആ നിയന്ത്രണം ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതായിരിക്കും സൗകര്യം. ആ നിയന്ത്രണം ക്ഷയിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും.
മുമ്പൊരിക്കൽ എന്ന് പറഞ്ഞാൽ പണ്ടൊരിക്കൽ പ്രഥമ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ശ്രീ EM ഏനമലയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടി എന്ന EMS, അദ്ദേഹം സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിലിൽ എന്തോ പ്രശ്നത്തിന്റെ പേരിൽ അന്ന് വെടിവെപ്പൊക്കെ ഒരുപാട് വെടിവെപ്പ് നടന്നിട്ടുണ്ട്, ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരു ഡസനിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജ്യസന്നദ്ധ പ്രകടിപ്പിച്ചു, CMS രാജ്യസന്നദ്ധ പ്രകടിപ്പിച്ചു. പാർട്ടി രാജിവെക്കണ്ട എന്ന തീരുമാനമെടുത്തു. എനിക്ക് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം തുടർന്നുകൊണ്ട് പോകാനാവില്ല, അതുകൊണ്ട് ഞാൻ വയ്ക്കാൻ പോകുന്നു എന്ന് EMS അല്പം ശബ്ദമുയർത്തി വിക്കോടുകൂടി പറഞ്ഞപ്പോൾ, അങ്ങനെ രാജിവെച്ചാൽ പുത്തരിക്കണ്ടത്ത് കിടക്കും എന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ ശബ്ദമുയർത്തി പറയാൻ അന്ന് ഒരു നേതാവുണ്ടായിരുന്നു, ശ്രീ KPR ഗോപാലൻ. ആ KPR ഗോപാലനെ ഇന്നത്തെ CPIയും CPMും അവരുടെ സംസ്ഥാന നേതാക്കള് ഓർക്കുന്നത് അവർക്ക് പാർട്ടിയോടുള്ള പാർട്ടി പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് കൂടുതൽ കരുത്ത് നൽകും, ശക്തി നൽകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ ആഴ്ച യശസ്വീനായ ഒരു എഴുത്തുകാരനുണ്ട്, സാഹിത്യകാരൻ, നാടക സംവിധായകൻ, പൊതുപ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, ഗോത്രവർഗക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചവൻ ഒക്കെ ആയ ഒരാൾ, ശ്രീ KJ ബേബി. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഈ ലോകത്തോട് വിട പറഞ്ഞു. അതൊരു സാധാരണ മരണമായിരുന്നില്ല, അസ്വാഭാവിക മരണമായിരുന്നു. അദ്ദേഹം ആദിവാസികളുടെ ഇടയിൽ, ഗോത്രവർഗക്കാരുടെ ഇടയിൽ അവിടെ കുട്ടികളെ ഗുരുകുല സമ്പ്രദായത്തിന്റെ രീതിയിൽ, മോഡലിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി കനവ് എന്ന ഒരു സംഘടന, സാംസ്കാരിക സംഘടന സ്ഥാപിച്ചു. ആദ്യം അതിൽ 2 കുട്ടികൾ, പിന്നെ 4 കുട്ടികൾ. അവസാനം അദ്ദേഹം വിട പറയുമ്പോൾ കനവ് എന്ന സംഘടനയിൽ 60 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടായിരുന്നു. അവിടെ വിദ്യാഭ്യാസം മാത്രമല്ല, കളരി, യോഗ, ഡാൻസ്, സംഗീതം, പാശ്ചാത്യ സംഗീതം, തനി നാടൻ കലാരൂപങ്ങൾ, കേരളത്തിന്റെ പരമ്പരാഗത നൃത്തം തുടങ്ങി എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസത്തോടൊപ്പം ഈ 60 കുട്ടികളും വരെ കനവിലെ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു, ഗുരുകുല സമ്പ്രദായം പോലെ. ആ അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ആ കളരിയിൽ ഒരു മൂലയിൽ തൂങ്ങി നിൽക്കുന്നതാണ് രാവിലെ കണ്ടത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കത്തെഴുതി വെച്ചിരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് കത്തെഴുതി വെച്ചിരുന്നു. കനവിന്റെ അക്കൗണ്ടുള്ള 2 ബാങ്കിലെ മാനേജർമാർക്ക് കത്തെഴുതി വെച്ചിരുന്നു. പക്ഷെ അദ്ദേഹം എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ആ ഒരു കത്തിലും സൂചിപ്പിച്ചിരുന്നില്ല. എന്തുകൊണ്ടാവാം അദ്ദേഹം ആത്മഹത്യ ചെയ്തത്? ജോൺ അബ്രഹാമിന്റെ അമ്മ അറിയാൻ എന്ന സിനിമയിലെ നായകൻ ഹരി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. താൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഹരി പറയുന്നില്ല. അത് വെളിപ്പെടുത്താൻ ജോൺ അബ്രഹാം തയ്യാറായതുമില്ല. പക്ഷെ അവിടെ സംശയങ്ങൾ ബാക്കിയിട്ടുകൊണ്ടാണ് ഹരി ആത്മഹത്യ ചെയ്യുന്നത്. അതുപോലെ KJ ബേബി ആത്മഹത്യ ചെയ്തതും സംശയങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സൗന്ദര്യം മുഴുവൻ അദ്ദേഹം വിനിയോഗിച്ചത് അദ്ദേഹം വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി വയനാട്ടിലെ നടവയലിൽ അദ്ദേഹം സ്ഥാപിച്ച കനവെന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാംസ്കാരിക ഇടതുപക്ഷ വീക്ഷണമുള്ള ഇടതുപക്ഷ ആശയം വഹിച്ചുകൊണ്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ
അദ്ദേഹം പലപ്പോഴും എതിർ ചേരിയിലുള്ളവരുടെ ആക്രമണത്തിന് വിധേയനായിട്ടുണ്ട്. ജയിൽവാസം നിരവധി പ്രാവശ്യം ജയിൽവാസം വർഷങ്ങളോട് അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകം എന്ന് പറയുന്നത് നാടകീയമാണ്. ജനകീയ സാംസ്കാരിക വേദി ആ നാടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 1500ഓളം വേദികളിൽ അവതരിപ്പിച്ചു. പല വേദികളിലും ആ നാടകത്തിൽ അഭിനയിച്ചവർക്കും അതിന്റെ അണിയറ പ്രവർത്തകർക്കും ആ നാടക പ്രവർത്തകർക്കുമൊക്കെ ആക്രമണത്തിന് വിധേയരായിട്ടുണ്ട്. KPSC അവതരിപ്പിച്ച നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകവും പലപ്പോഴും ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. പക്ഷെ അന്ന് അതിനെ ആക്രമിച്ചത് ജന്മിമാരുടെ ഗൂണ്ടകളും കോൺഗ്രസുകാരുടെ ഗൂണ്ടകളുമായിരുന്നുവെങ്കിൽ KJ ബേബിയുടെ നാടകീയ എന്ന നാടക പ്രവർത്തകരെ ആക്രമിച്ചതും ആ നാടകം അവതരിപ്പിക്കുന്നത് തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറയേണ്ടി വന്നതിൽ തല വിരിക്കുന്നു. എങ്കിലും ആ ആക്രമണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ജയിലുകളിൽ കിടക്കേണ്ടി വന്നിട്ടും അന്ന് ശ്രീ E.K. നായനാരായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി, ശ്രീ T.K. രാമകൃഷ്ണനായിരുന്നു കേരളത്തിന്റെ ആഭ്യന്തര മുഖ്യമന്ത്രി. എങ്കിലും ആ പലപ്പോഴും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നെങ്കിലും ആ നാടകത്തിന്റെ പ്രവർത്തകർ 1500ഓളം സ്റ്റേജുകളിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ആ KJ ബേബിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടി ഇവിടെ പൂർത്തീകരിക്കുന്നു. നന്ദി, നമസ്കാരം.